തിരമാലകൾ തീരത്തെഴുതി വെച്ച ചെറുചിത്രങ്ങളെ അനശ്വരമാക്കി അമീർ അലിയുടെ ഫോട്ടോ പ്രദർശനം. പോയം ഓഫ് വേവ്സ് എന്ന പേരിൽ ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൽ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് അമീർ അലി ഫോട്ടോ പ്രദർശനം നടത്തിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. സ്വർണ്ണമൺതരികളിൽ കടലെഴുതി വെച്ച ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തിയപ്പോൾ തെളിഞ്ഞു വന്നത് ഒരു കാട് തന്നെയായിരുന്നു. പല രൂപത്തിലും വലിപ്പത്തിലുമുള്ള മരങ്ങൾ ഒറ്റയായും കൂട്ടമായും തെളിഞ്ഞും മങ്ങിയും കാണുന്ന കാൽപ്പനിക വനം. ഗോവയിലെ ബാഗാക്കടപ്പുറത്ത് തിരമാലകൾ തീർത്ത നേരിയ നീർച്ചാലുകളിൽ നിന്നും ഒറ്റ മരങ്ങളെയും മരക്കൂട്ടങ്ങളെയും എല്ലാം കണ്ടെത്തിയത് അമീർ അലി ഒളവറ എന്ന ഫോട്ടോഗ്രാഫർക്കുള്ളിലെ പ്രകൃതി സ്നേഹിയാണ്. ധാതുസമ്പന്നമായ കൊങ്കൺ തീരത്തിന്റെ പ്രത്യേകതയാണ് തീരത്ത് തെളിയുന്ന ചിത്രങ്ങൾക്ക് കാരണം. നിമിഷ നേരങ്ങൾ കൊണ്ട് മിന്നിമറിയുന്ന ചിത്രങ്ങളെ സൂക്ഷ്മതയോടെ കണ്ടെത്തുകയാണ് അമീർ അലി ചെയ്തത്. ആ ചിത്രങ്ങൾ ആയുസ് വിത്തിൻ സെക്കൻഡുകളാണ്. ഒരു തിര വന്ന് തിരിച്ച് ആ തിര ഇറങ്ങുന്ന സമയത്ത് കരയിൽ രൂപപ്പെടുന്ന ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങൾ കംപ്ലീറ്റ് മരങ്ങളെ ചിത്രങ്ങളാണ്. പ്രകൃതി നമ്മളോട് മെസ്സേജ് ചെയ്യാൻ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. കടലും വനങ്ങളും തമ്മിൽ അന്തരങ്ങളുണ്ട്, ഒരുപാട് ഡിസ്റ്റൻസ്. ആ ഗ്യാപ്പിലാണ് ശരിക്കും നമ്മളോട് വന്ന് പറയുന്നത്. ശരിക്കും നമ്മളോട് പറയുന്നത് തന്നെ പറയേണ്ടി വരും, മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്നല്ല. രണ്ടാമത്തെ നാച്ചുറൽ, വൈൽഡ് ലൈഫ്, പിന്നെ ലാൻഡ്സ്കേപ്പ്, ഓരോ യാത്രകളിലുള്ള ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 സെക്ഷനായിട്ടാണ് ഇന്ന് ഫോട്ടോ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. 2013 പകർത്തിയ ചിത്രങ്ങൾ അടുത്ത വർഷം UAE-യിലാണ് ആദ്യ പ്രദർശനം നടത്തിയത്. വർഷങ്ങൾക്കിപ്പുറം ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൽ സ്വന്തം നാടായ തൃക്കരിപ്പൂരിലും അമീർ അലി പോയം ഓഫ് വേവ്സ് എന്ന പേരിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. ഒപ്പം 2 പതിറ്റാണ്ട് കാലത്തെ യാത്രകളെ സമ്പന്നമാക്കിയ ചിത്രങ്ങളും പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഫോട്ടോ എടുത്തുകൊണ്ട് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. വേൾഡ് റെക്കോർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേൾഡ് ഫോട്ടോഗ്രാഫി ദിനത്തിൽ ആദ്യമായി ഇത്തരത്തിലൊരു പ്രദർശനം സംഘടിപ്പിക്കുക ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇവിടെ ഈ പവലിയൻ ഒരുക്കി. അതിൽ മനോഹരമായ അദ്ദേഹം ഇതിനകം എടുത്ത 2013 എടുത്ത ഫോട്ടോ ആണ് യഥാർത്ഥത്തിൽ വേൾഡ് റെക്കോർഡിന് അർഹത നേടിയിട്ടുള്ളത്. അത്തരം ഫോട്ടോകളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ച് ജനങ്ങളെ ആകർഷിപ്പിക്കുക. ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല, കാരണം എന്താണ് ഈ ഫോട്ടോ എന്ന് മനസ്സിലാവില്ല. അതിൻ്റെ വിശദീകരണം ലഭിക്കുമ്പോൾ മാത്രമേ ആ ഫോട്ടോയുടെ സന്ദേശം, അത് ഉൾക്കൊള്ളുന്ന ആശയം നമുക്ക് മനസ്സിലാക്കാം. ആ ആശയം ഉൾക്കൊണ്ട് തന്നെയാണ് അമീറിനെ സംബന്ധിച്ചിടത്തോളം ഈ അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ ഈ ഫോട്ടോഗ്രാഫി ഉണ്ടായിട്ടുള്ള ആ പരിശീലനത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെയും വെളിച്ചത്തിലാണ് ഇത്തരങ്ങൾ ഫോട്ടോ ഒരുക്കി ഇവിടെ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞത്. നിരവധി ആളുകളാണ് ഫോട്ടോ പ്രദർശനം കാണാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.